എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ ഒരാൾക്ക് തരാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് മേടിക്കാനാണ് ഞാനിന്ന് ലുലുലു വന്നത്. അങ്ങനെ ഫസ്റ്റ് തന്നെ മിനിസോയിൽ പോയിട്ട് അവിടെ കുറേ നേരം ഞാൻ ഗിഫ്റ്റൊക്കെ നോക്കി. കാരണം മിനിസോയിൽ നമ്മൾക്ക് കുറേ ഗിഫ്റ്റ് ഓപ്ഷൻസ് ഉണ്ട്. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ മിനിയേച്ചർ ഐറ്റംസ് എല്ലാം നമുക്ക് മിനിസോയിൽ കിട്ടും. അങ്ങനെ നമ്മൾ അവിടെ കുറേ നേരം നോക്കിയതിന് ശേഷം ഒരു ഗിഫ്റ്റൊക്കെ ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻ്റെ കോണ്ടൻറ്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസ് ഒന്നും കാണിച്ചിട്ടുള്ള വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ ഇടയിൽ കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് അവരൊന്നും ചെയ്യില്ലെങ്കിലും മറ്റുള്ളവർ ചെയ്യുന്നത് കളിയാക്കാൻ വേണ്ടിയിട്ട് മാത്രം വായ തുറക്കുന്ന കുറേ ആളുകൾ. അറ്റ് ദ സെയിം ടൈം നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഇതുവരെ കണ്ടിട്ടില്ല, ജസ്റ്റ് ഒരു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലേ, അപ്പോൾ നമ്മൾ അവർക്ക് ജസ്റ്റ് ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ ചെറിയൊരു ഗിഫ്റ്റ് നമ്മൾ സ്ട്രേഞ്ചേഴ്സിന് കൊടുക്കുക. ആ ഒരു ഇത് എനിക്ക് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആയിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ ഒരു പ്ലാൻ ചെയ്തതും അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ മേടിച്ചതും. പ്രത്യേകിച്ചൊന്നുമില്ല, ജസ്റ്റ് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്യുന്നു, അവർക്ക് ഞാൻ എൻ്റെ സ്നേഹസമ്മാനം കൊടുക്കുന്നു. പക്ഷേ നല്ല രസമുണ്ടല്ലേ, നമ്മൾ ഇതുവരെയും കാണാത്ത ഒരാൾക്ക് നമ്മൾ ഗിഫ്റ്റ് മേടിക്കുന്നു, അത് സ്നേഹത്തോടുകൂടി പാക്ക് ചെയ്യുന്നു, അത് നമ്മൾ അവർക്ക് വേണ്ടി അയച്ചെടുക്കുന്നു. ഈ വീഡിയോ കാണുന്ന സമയത്ത് കുറച്ച് തിങ്ക് ചെയ്ത് ആൾക്കാരൊക്കെ ആണെങ്കിൽ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എന്തൊക്കെ ഗിഫ്റ്റാണ് ഈ ഒരു ഇതിൽ പാക്ക് ചെയ്യുന്നതെന്ന്. അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റുഡിയോയിൽ പോയി. എന്ന് ലുലുവിൽ പോയാലും സ്റ്റുഡിയോ പോവാണ്ട് എനിക്ക് ആ ഒരു ഷോപ്പിംഗ് കംപ്ലീറ്റ് ആവത്തില്ല. അവിടെ പോയിട്ട് എന്തൊക്കെ കളക്ഷൻസ് ഒക്കെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നെക്സ്റ്റ് ഇനി സൂപ്പർ മാർക്കറ്റിലും കൂടി പോകാൻ വേണ്ടി പോവാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം, എൻ്റെ നാട് എറണാകുളമാണെങ്കിലും ഞാനിപ്പോൾ നിൽക്കുന്നത് ട്രിവാൻഡ്രം ഒരു PGയിലാണ്. കാരണം ഞാൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വർക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ സാധനങ്ങളൊക്കെ മേടിച്ചിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറിന് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബറിനെ സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയൊക്കെയുള്ളൂ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ജസ്റ്റ് റൂമിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് മേടിച്ചിട്ടുള്ള ഫുഡ് ഐറ്റം കഴിക്കാം കേട്ടോ. ഞാനിവിടെ മെസ്സിലെ ഫുഡ് എപ്പോഴും കഴിക്കത്തില്ല. ഇഷ്ടമില്ലാത്ത ഫുഡാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫ്രൂട്ട്സോ മ്യൂസിലോ അങ്ങനെ എന്തെങ്കിലുമാണ് കഴിക്കാം. ഞാൻ ഈ പറയുന്ന കാര്യം ഓൾമോസ്റ്റ് PGയിലും ഹോസ്റ്റലിലും നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. കാരണം മെസ്സിലെ ഫുഡ് എന്നും നമുക്ക് ഇഷ്ടമുള്ളതൊന്നും ആയിരിക്കില്ല അവർ തരാം. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫുഡൊക്കെ കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പം നമ്മളത് ഒരു ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ക്യാച്ച് യു നെക്സ്റ്റ് ടൈം ഫോർ മോർ വീഡിയോസ്.